أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. സ്നേഹധന്യരായ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുവാനാണ്. സഹോദരങ്ങളെ, ആമുഖമായി ഓതി കേൾപ്പിച്ച വചനം വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 36-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത് ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ രേഖപ്പെടുത്തിയത് പ്രകാരം മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹാ 4 ഹുറും, അതിൽ 4 ആദരണീയമായ പവിത്രമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതത്രേ വക്രതയില്ലാത്ത മതം. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതിനാൽ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത് എന്നതാണ് ഞാൻ ഊതിവെച്ച ആയത്തിന്റെ മഅന. ഇവിടെ വിശുദ്ധ ഖുർആൻ ഇസ്ലാം ആദരിച്ച അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളായി 4 മാസങ്ങളെയാണ് ഖുർആൻ എടുത്തു പറയുന്നത്. ഏതൊക്കെയാണ് ഹുറുമാക്കപ്പെട്ട 4 മാസങ്ങൾ? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സനതു 12 ശഹറ, ഒരു വർഷം എന്നത് 12 മാസമാണ്. മിൻഹാ 4 ഹുറും, അതിൽ 4 പവിത്രമായ മാസങ്ങളാണ്. സലാസ മുതവാലിയാത്തുൻ, അതിൽ 3 തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, വൽ മുഹറം എന്നീ 3 മാസങ്ങളാണ്. പിന്നെ ഒന്ന് വറജബ് മുദർ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദിന്റെയും ശഅബാനിന്റെയും ഇടയിലായി കടന്നു വരുന്ന റജബ് മാസമാണ്. പൊതുവെ റജബ് മാസത്തെ കുറിച്ച് പറയുമ്പോൾ മുദർ ഗോത്രത്തോട് ചേർത്തിക്കൊണ്ട് പറയുന്ന ഒരു ശൈലി അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം റജബ് മാസം പവിത്രമായ മാസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗോത്രം ആ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു വന്നിരുന്നു എന്നതിന്റെ ഭാഗമായി റജബ് മാസത്തെ കുറിച്ച് പറയുമ്പോൾ ആ ഗോത്രത്തോട് ചേർത്തിക്കൊണ്ട് വറജബ് മുദർകാരുടെ റജബ് എന്ന് പ്രയോഗിക്കുമായിരുന്നു. ഇങ്ങനെ പവിത്രമായ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമായ റജബ് മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. റജബ് മാസം ഇസ്ലാം ആദരിച്ച മാസമാണ്. ഇസ്ലാം ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശആഇറല്ലാഹി വലശഹറൽ ഹറാം. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ, മത നിയമങ്ങളെ നിങ്ങൾ അനാദരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പവിത്രമായ മാസങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അനാദരിക്കാൻ പാടില്ല എന്നത് വിശ്വാസികളായ ആളുകൾ
ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അപ്പോൾ അല്ലാഹു ആദരിച്ചതിനെ, ഇസ്ലാം പവിത്രമായി കണ്ടതിനെ പവിത്രമായി കാണുക, ആദരിക്കുക എന്നുള്ളത് ഹൃദയത്തിൽ നിന്നുള്ള തഖ്വയുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇസ്ലാം പവിത്രമായി കണ്ട മാസമായ റജബ് മാസത്തിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അബദ്ധവിശ്വാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ നിലനിന്നു വരുന്നുണ്ട്. ഈ മാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ബിദ്അത്തുകൾ മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും ചെയ്തു വരാറുണ്ട്. ചില ആളുകൾ ചെയ്യുന്നത് റജബ്, ശഅബാൻ, റമദാൻ 3 മാസം തുടർച്ചയായി 30 വീതം നോമ്പുകൾ എടുക്കുകയും അങ്ങനെ 90 നോമ്പാവുകയും പിന്നെ ഈദുൽ ഫിത്തറിന് ശേഷം ശവ്വാലിലെ 6 നോമ്പ് എടുത്തുകൊണ്ട് 96 നോമ്പ് തുടർച്ചയായി പിടിക്കുന്ന രീതി മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും ചെയ്തു വരാറുണ്ട്. അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല. പിന്നെ അതുപോലെ തന്നെ റജബ് മാസത്തിൽ പവിത്രമായ മാസമാണ്, ആ നിലയ്ക്ക് നമുക്ക് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാമെന്നല്ലാതെ റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നതിന് പ്രത്യേകം കൂലിയുള്ളതായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായ ദിക്റുകളോ പ്രത്യേകമായ ഇബാദത്തുകളോ പ്രത്യേകമായ നമസ്കാരങ്ങളോ പ്രത്യേകമായ മിഅ്റാജിന്റെ നോമ്പ് എന്ന പേരിൽ അങ്ങനെ ഒരു നോമ്പോ ഇതൊന്നും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ പെട്ടതല്ല. ഇപ്പൊ സുന്നത്തായ നോമ്പ് നമുക്കെല്ലാവർക്കും അറിയാം. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പുണ്ട്. എല്ലാ അറബി മാസവും 13, 14, 15 തുടങ്ങിയ ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പുകൾ കടന്നു വരുന്നുണ്ട്. എന്നല്ലാതെ പല ആളുകളും റജബ് മാസത്തിൽ മിഅ്റാജിന്റെ നോമ്പ് എന്ന പേരിൽ അത്തരത്തിലുള്ള നോമ്പ് എടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളല്ല. ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മാസവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്രാ മിഅ്റാജ് എന്ന് സാമാന്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ 2 അത്ഭുതകരമായ യാത്രകൾ, അതിൽ ഒന്നാമത്തെ യാത്രയാണ് ഇസ്രാ എന്ന പേരിൽ അറിയപ്പെടുന്നത്, രണ്ടാമത്തെ യാത്രയാണ് മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തു ഇസ്രാ അതിന്റെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? 17-ാമത്തെ അധ്യായമാണ്. അധ്യായത്തിന്റെ പേര് തന്നെ ഇസ്രാ, രാപ്രയാണം അഥവാ രാവുയാത്ര എന്നാണ് അധ്യായത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാപ്രയാണത്തെ സംബന്ധിച്ച് 1-ാമത്തെ വചനത്തിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ അധ്യായത്തിന് ഈ നിലക്കുള്ള പേർ നൽകപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ബനൂ ഇസ്രായേലിയരുടെ ചരിത്രം വിശദീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അധ്യായത്തിന് ബനി ഇസ്രായേൽ എന്നും പേരുണ്ട്. അതുപോലെ തന്നെ ഈ അധ്യായത്തിലെ 1-ാമത്തെ ആയത്തിലെ 1-ാമത്തെ വേട് തന്നെ സുബ്ഹാന എന്ന പദം കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. തസ്ബീഹിന്റെ പദം കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ അധ്യായത്തിന് സുബ്ഹാന എന്ന പേരും നൽകപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിയാനെ രാപ്രയാണം ചെയ്യിച്ചവൻ മഹാപരിശുദ്ധൻ, ലൈലൻ ഒരു രാത്രിയിൽ, മിനൽ മസ്ജിദിൽ ഹറാമി മസ്ജിദുൽ ഹറമിൽ നിന്ന്, ഇലൽ മസ്ജിദിൽ അഖ്സ അങ്ങേ അറ്റത്തെ പള്ളിയിലേക്ക് അഥവാ മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം ചെയ്യിച്ചവനായ അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ പള്ളിയുടെ ചുറ്റുഭാഗവും നാം ആശീർവദിച്ചിരിക്കുകയാണ്, പ്രത്യേകം അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നാം അദ്ദേഹത്തെ രാപ്രയാണം ചെയ്യിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ
മാസങ്ങളുടെ വഴി ദൂരമുള്ള സ്ഥലത്താണ് പ്രവാചകൻ രാത്രിയുടെ ഒരു ഭാഗം കൊണ്ടുപോയത്. മാത്രമല്ല ആകാശയാത്രയും ചെയ്യാൻ ആ രാത്രിയുടെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമായി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോയത് ബുറാഖ് എന്ന പേരുള്ള ഒരു വാഹനപ്പുറത്തായിരുന്നു. ആ വാഹനത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ വാഹനത്തിന്റെ പ്രത്യേകത കഴുതയേക്കാൾ നീളം കൂടിയതും കോവർ കഴുതയേക്കാൾ നീളം കുറഞ്ഞതുമായ വെളുത്ത നിറത്തിലുള്ള ഒരു മൃഗമാണ് ബുറാഖ്. നിങ്ങളുടെ ദൃഷ്ടി എത്തുന്നതിന്റെ അങ്ങേ അറ്റത്താണ് അതതിന്റെ കുളമ്പുകൾ അഥവാ കാലുകൾ എടുത്തു വെക്കുന്നത്. നാം നോക്കിയാൽ കാണുന്ന ദൂരം എത്രയാണോ അതിന്റെ ഓരോ കാൽച്ചുവടും അത്രമാത്രം വേഗത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ബുറാഖ് എന്ന വാഹനപ്പുറത്ത് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലെത്തി. വാഹനപ്പുറത്ത് നിന്നിറങ്ങി ആ പള്ളിയുടെ ഒരു ഭാഗത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനത്തെ കെട്ടിയിട്ടു. അങ്ങനെ പള്ളിയിൽ കയറി 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹിയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. പിന്നീട് അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെയും കൂട്ടിക്കൊണ്ട് ആകാശയാത്ര നടത്തുകയാണ്. അതാണ് രണ്ടാമത്തെ യാത്ര, ഇസ്റാ മിഅ്റാജ് അഥവാ വാനയാത്ര, ആകാശാരോഹണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ആകാശ ലോകത്തേക്ക് കയറി പോവുകയാണ്. ഒന്നാം ആകാശത്തിലെത്തിയപ്പോൾ ഒന്നാമത്തെ ആകാശത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിച്ചു, ആരാണ് നിങ്ങൾ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്. നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതെ, എന്റെ കൂടെ മുഹമ്മദ് എന്ന പ്രവാചകനുണ്ട്. കാവൽക്കാരനായ മലക്ക് ചോദിച്ചു, മുഹമ്മദിനെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നുവോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതെ, എന്നെ ഏൽപ്പിച്ച കാര്യമാണ്. അങ്ങനെ ഒന്നാം ആകാശത്തിന്റെ കവാടം തുറക്കുന്നു. ഒന്നാം ആകാശം 2, 3, 4, 5, 6, 7 ആകാശങ്ങളും കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുകയാണ്. ഓരോ ആകാശത്തിന്റെ കവാടത്തിൽ എത്തുമ്പോഴും ആ ആകാശത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ഒന്നാം ആകാശത്തിൽ വെച്ച് ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒന്നാം ആകാശത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയാണ്. അദ്ദേഹം വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലത്തോട്ട് നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കും, ഇടത്തോട്ട് നോക്കുമ്പോൾ ആദം അലൈഹിസ്സലാം കരയും. തന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരായ ആളുകളാണ്. വലതുഭാഗത്തുള്ളവർ സ്വർഗത്തിന്റെ അധികാരം, ഇടതുഭാഗത്തുള്ളവർ നരകത്തിന്റെ അവകാശികളുമായിരുന്നു. രണ്ടാം ആകാശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കാണുകയാണ്. മൂന്നാം ആകാശത്തിൽ വെച്ചാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടത്. നാലാം ആകാശത്തിലാണ് ഇദ്രീസ് അലൈഹിസ്സലാമിനെ കണ്ടത്. അഞ്ചാം ആകാശത്തിലാണ് ഹാറൂൻ അലൈഹിസ്സലാമിനെ കണ്ടത്. ആറാം ആകാശത്തിൽ വെച്ചാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നത്. ഏഴാം ആകാശത്തിൽ വെച്ചാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ഏഴാം ആകാശത്തിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, അദ്ദേഹം ബൈത്തുൽ മഅ്മൂറിലേക്ക് ചാരി ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ സദാ പെരുമാറ്റമുള്ള ഭവനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എപ്പോഴും സദാസമയവും ആൾ പെരുമാറ്റമുള്ള ഒരു ഭവനം, അതാണ് ബൈത്തുൽ മഅ്മൂർ എന്ന ആ വാക്കിന്റെ അർത്ഥം. അഥവാ ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്തെ കഅബയാണ്. ഭൂമിയിലെ കഅബയുടെ നേർമുകളിലായി ആകാശ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശ ലോകത്തെ കഅബയാണ് ബൈത്തുൽ മഅ്മൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഭവനത്തിന്റെ പ്രത്യേകത ഡെയിലി 70,000 മലക്കുകൾ വന്നുകൊണ്ട് ആ ഭവനത്തിൽ ഇബാദത്ത് നിർവഹിക്കുകയാണ്. ഇന്ന് 70,000 മലക്കുകൾ വന്ന് ഇബാദത്ത് എടുക്കുന്നു. നാളെ ആ 70,000 മലക്കുകൾ കയറി പോകുന്നു.
ഒരിക്കൽ വന്ന മലക്കുകൾ പിന്നീട് ഒരിക്കലും ആ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇന്ന് വന്നവരല്ല നാളെ വരുന്നത്, നാളെ വന്ന മലക്കുകളല്ല പിറ്റേ ദിവസം വരുന്നത്. ഡെയിലി 70,000 വീതം മലക്കുകൾ ആ ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും സഹോദരങ്ങളെ മലക്കുകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുന്നതല്ല. ഇങ്ങനെ ഒരു ഭവനത്തിലേക്ക് ചാരിയിരിക്കുന്ന അവസ്ഥയിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയാണ്. അതും കഴിഞ്ഞ് 7 ആകാശങ്ങളും കടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന പേനകളുടെ ചലനങ്ങൾ കേൾക്കുമാറുള്ള പ്രത്യേകമായ ഒരു മണ്ഡലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ സിദ്റത്തുൽ മുൻതഹ എന്ന പേരുള്ള അത്ഭുതകരമായ ഒരു വൃക്ഷത്തെ പ്രവാചകൻ കാണുകയുണ്ടായി. സ്വർഗ്ഗത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ. അതിനടിയിലൂടെ 4 അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, ആ മരത്തിന്റെ ഇലകൾ ആനയുടെ ചെവി പോലെയാണ്, അതിലെ പഴങ്ങൾ ഭരണി പോലെയാണ്. അതിൻ്റെതായ പ്രത്യേകതകൾ ഒരാൾക്കും വർണ്ണിക്കാൻ കഴിയാത്തത്ര മാത്രം അത്ഭുതകരമായ സിദ്റത്തുൽ മുൻതഹ എന്ന പേരുള്ള ആ വൃക്ഷവും ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സാക്ഷാൽ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ കാണുകയുണ്ടായി. പ്രവാചകൻ പറയുകയാണ്, ഞാൻ കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് 600ഓളം ചിറകുകൾ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. 2 തവണയാണ് പ്രവാചകൻ സാക്ഷാൽ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുള്ളത്. പ്രവാചകന്റെ അടുക്കൽ വഹീമായി വരുമ്പോഴെല്ലാം മനുഷ്യ രൂപത്തിലായിരിക്കും ജിബ്രീൽ അലൈഹിസ്സലാം വരാ. സാക്ഷാൽ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആ യാത്രയിൽ പ്രവാചകൻ കാണുകയാണ്. പ്രവാചകൻ പറയുകയാണ്, 600ഓളം ചിറകുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. ആ യാത്രയിൽ സ്വർഗ്ഗവും നരകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു. സ്വർഗ്ഗം കണ്ട പ്രവാചകൻ പറഞ്ഞത് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ കുറവാണ് എന്നാണ്. നരകം കണ്ട പ്രവാചകൻ പറഞ്ഞത് നരകത്തിൽ സ്ത്രീകൾ കൂടുതലാണ് എന്നാണ്. അതുകൊണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രവാചകൻ പറഞ്ഞത് അവർ നിഷേധികളാണ്. ചോദിച്ചു, പ്രവാചകനെ അല്ലാഹുവിനെ നിഷേധിക്കുന്നത് കൊണ്ടാണോ? പ്രവാചകൻ പറഞ്ഞു, അല്ല, അവർ അവരുടെ ഭർത്താക്കന്മാരെ നിഷേധിക്കുന്നു, അതുകൊണ്ടാണ് അവർ നരകത്തിൽ കൂടുതലായി കാണാനുള്ള കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. മാത്രവുമല്ല, ആ യാത്രയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിലെ മറ്റ് ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലേക്ക് ഭൂമിയിലേക്ക് ഇങ്ങോട്ടേക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണെങ്കിൽ, ഇങ്ങോട്ടേക്ക് ഇറക്കിയ നിയമങ്ങളാണെങ്കിൽ, നമസ്കാരം അല്ലാഹു ഇങ്ങോട്ട് ഇറക്കി കൊടുത്തതല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 7 ആകാശങ്ങളുടെ അപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ യാത്രയിൽ പ്രവാചകന്റെ മുന്നിൽ മദ്യവും പാലും കൊണ്ടുവരപ്പെട്ടു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ തിരഞ്ഞെടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അങ്ങ് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങ് മദ്യം തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ അങ്ങയുടെ സമുദായം മുഴുവനും നശിച്ചു പോകുമായിരുന്നു. നമുക്കറിയാം, മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് മദ്യലഹരിയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പേക്കൂത്തുകൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അയൽവാസിയുടെ വീട്ടിൽ പോയി 3 പേരെ അടിച്ചു കൊല്ലുമ്പോഴും ആ വ്യക്തിയും മദ്യലഹരിയിലായിരുന്നുവെന്ന് ഇന്നത്തെ പേപ്പറുകളിൽ നിന്ന് നമ്മളെല്ലാവരും വായിച്ചെടുത്തതാണ്. ഏതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ തിരഞ്ഞെടുത്തു. പ്രവാചകരെ അങ്ങ് മദ്യം തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ അങ്ങയുടെ സമുദായം മുഴുവനും നശിച്ചു പോകുമായിരുന്നു. ഇങ്ങനെ പ്രവാചകനെ അതിഥിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് വിളിച്ചു കൊണ്ടുപോയി വിരുന്നൂട്ടി സൽക്കരിച്ച് കുടിക്കാൻ ശീതളപാനീയങ്ങളെല്ലാം നൽകി. അങ്ങനെ പ്രവാചകനെ അത്രയേറെ ആദരിച്ച് ആ പ്രവാചകൻ ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് തിരിച്ച് യാത്ര ചെയ്തപ്പോ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തയച്ച ഗിഫ്റ്റാണ് നമസ്കാരം.
ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാതെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് കൊടുത്തതാണ് നമസ്കാരം. ആ യാത്രയിലാണ് നിർബന്ധമാക്കപ്പെടുന്നത്. ആദ്യം 50 വഖത്ത് നമസ്കാരമായിരുന്നു. ഈ 50 വഖത്ത് നമസ്കാരവും വാങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നു. മൂസാ അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് റബ്ബ് തന്നത്? എനിക്ക് 50 വഖത്ത് നമസ്കാരം തന്നു. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്തിന് നിർവഹിക്കാൻ കഴിയില്ല. ഒരു വലിയ സമുദായത്തെ നയിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, കഴിയില്ല, നിങ്ങളുടെ ഉമ്മത്തിന് തിരിച്ചു പോകണം, അല്ലാഹുവിനോട് കുറച്ചു തരാൻ ആവശ്യപ്പെടണം. അങ്ങനെ പലതവണ പ്രവാചകൻ തിരിച്ചു പോകുന്നു, വീണ്ടും മൂസാ നബിയെ കാണുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെ കുറച്ച് 5 വഖത്തായി അത് ചുരുക്കി. 5 വഖത്ത് നമസ്കരിച്ചാൽ 50 വഖത്തിന്റെ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുക. പിന്നെയോ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു രംഗമുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും അദ്ഫാറുൻ മിൻ നുഹാസിൻ യഖ്ബുശൂന വജൂഹഹും വസുദൂറഹും ഫഖൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ ഖാല ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അഅറാദിഹിം. നമ്മളെല്ലാവരും ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ കണ്ടു. ആരെയാ കണ്ടത്? ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ, ഞാൻ ആകാശാരോഹണത്തിനായി ഉയർത്തപ്പെട്ടപ്പോൾ മറർത്തു, ഞാൻ നടന്നുപോയി, ബിഖൗമിൻ, ഒരു ഖൗമിന്റെ അരികിലൂടെ, ലഹും, അവർക്കുണ്ട്, അദ്ഫാറുൻ മിൻ നുഹാസിൻ, ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ. അവരെന്താ ചെയ്യുന്നത്? യഖ്ബുശൂന വജൂഹഹും വസുദൂറഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൈകളിൽ ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആ നഖം കൊണ്ട് അവരവരുടെ മുഖവും നെഞ്ചും സ്വയം ഇങ്ങനെ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ പറയാ, ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഏ ജിബ്രീൽ, ആരാണ് ഇവർ? എന്താണ് ഇവരുടെ പ്രശ്നം? എന്താണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? ആ സമയത്ത് ഖാല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ അഅറാദിഹിം. ജനങ്ങളുടെ മാംസം തിന്നവർ, അവരുടെ അഭിമാനത്തിന് കളങ്കം വരുത്തിയവർ, ഏഷണിയും പരദൂഷണവുമായി നടക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരുത്തന്റെ ഭാവത്തിൽ അവനെ കുറിച്ച് ദുഷിച്ചു പറയുക, ഇല്ലാത്തത് പറയുക, ഉള്ളതാണെങ്കിൽ പോലും ഒരാളുടെ അഭാവത്തിൽ അയാൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ വിളിച്ചു പറയുക, ഇങ്ങനെ ഏഷണിയുമായി നടക്കുന്ന, പരദൂഷണം പറയുന്ന, മനുഷ്യന്റെ പച്ച ഇറച്ചി തിന്നുന്ന ആളുകൾ, അവരുടെ ബർസഖിയായ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുകയാണ്. അവരുടെ കൈകളിൽ ചെമ്പ് കൊണ്ടുള്ള നഖമല്ലാഹു ഇട്ട് കൊടുത്തിരിക്കുന്നു. സ്വയം അവരിങ്ങനെ അവരുടെ മുഖവും നെഞ്ചും മാറ്റി പൊളിക്കുന്ന അവസ്ഥയിലായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അതുകൊണ്ട് നാവ് കൊണ്ട് പരദൂഷണം പറയരുത്, ഏഷണിയുമായി നടക്കരുത്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാകാം, ഒരു വ്യക്തിയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിന്റെ പേരിൽ ആ വ്യക്തിയുടെ അഭാവത്തിൽ അവനെ കുറിച്ച് ദുഷിച്ചു പറയൽ നമസ്കരിക്കുന്ന ആളുകളിലാണ് ഉള്ളത്, ഹജ്ജ് ഉംറയിൽ ചെയ്ത ആളുകളിലാണ് ഉള്ളത്, നോമ്പെടുക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, ദാനം ചെയ്യുന്ന ആളുകൾ വരെ പരദൂഷണത്തിന് ഒരു കുറവുമില്ല, ഏഷണിക്ക് ഒരു കുറവുമില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളായി നേരം പുലർന്നാൽ അവൻ പറഞ്ഞു നടക്കുന്നത് ഇത്തരത്തിലുള്ള പരദൂഷണമായിരിക്കും. അവർക്ക് വരാനിരിക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യാത്രയിൽ കാണിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ യാത്രയെല്ലാം കഴിഞ്ഞ് ആകാശ ലോകത്ത് നിന്ന് പ്രവാചകൻ ഭൂമിയിലേക്ക് ഇറങ്ങി ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിൽ അഥവാ മസ്ജിദുൽ അഖ്സയിലെത്തി. അവിടെ വരുമ്പോൾ പ്രവാചകൻ മുൻകാല പ്രവാചകന്മാരെ കാണുന്നു, അവർക്ക് ഇമാമായി നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് ബുറാഖ് എന്ന വാഹനപ്പുറത്ത് കയറി മക്കയിലേക്ക് തന്നെ പ്രവാചകൻ തിരിച്ചെത്തുന്നു. ഒരു രാത്രിയുടെ മുഴുവൻ സമയം ഈ 2 യാത്രകൾക്കായി പ്രവാചകൻ ആവശ്യം വന്നില്ല. നേരമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ രാത്രി ഉണ്ടായ ഈ അത്ഭുതകരമായ യാത്രയെ സംബന്ധിച്ച് പറയേണ്ട താമസം ആളുകൾ കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി, മുഹമ്മദ് ഭ്രാന്താണെന്ന് പറയാൻ തുടങ്ങി, തലയിൽ കൈവച്ച് ആശ്ചര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ചില ആളുകൾ അബൂബക്കർ റളിയല്ലാഹു മുന്നണിക്കലെ കൂടി, മുഹമ്മദ് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. ഉടൻ തന്നെ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആളുകൾ ചോദിച്ചു, ഈ യാത്ര നിങ്ങൾ വിശ്വസിച്ചോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഇതല്ല, ഇതിലും വലുതാണെങ്കിലും ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് മുതലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് നൽകപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉടൻ തന്നെ വിശ്വസിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, പ്രവാചകൻ പറഞ്ഞാൽ, പിന്നെ അതിൽ
രണ്ടാമതൊരു അഭിപ്രായം നമുക്കുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. പ്രവാചകനിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റിയാണ്. ആ വിശ്വാസത്തിൽ വല്ല കുറവും വന്നാൽ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല, നമുക്ക് യഥാർത്ഥ വിശ്വാസികളായി തീരാനും സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ 2 യാത്രകൾ, അതാണ് ഇസ്രാ മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് സംഗതികൾ പല ആളുകളും മുസ്ലിം സമൂഹത്തിൽ ചെയ്തു വരുന്നുണ്ട്. അത്തരം അന്ധവിശ്വാസങ്ങളുടെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് നിർവഹിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർച്ചയായി നാം വിശദീകരിച്ചു വന്ന ഒരു വിഷയമായിരുന്നു ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ ദാസന്മാർ. അവരുടെ നിരവധി അനവധി സവിശേഷതകൾ, പ്രത്യേകതകൾ ഓരോ ഖുതുബയിലായിക്കൊണ്ട് വളരെ വിശദമായി തന്നെ നാം ചർച്ച ചെയ്തു. ഓരോ ഖുതുബയിലും ആ ഇബാദുർ റഹ്മാനിന്റെ സവിശേഷത എന്താണോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു പരിശ്രമം, പ്രയത്നം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നും, ഓരോ ഖുതുബയിലും ഓരോ ആയത്ത് നാം ചർച്ച ചെയ്യുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരായത്ത് എന്ന നിലക്ക് അത് നിങ്ങൾ മനഃപ്പാഠമാക്കണമെന്നും, ഈ വിഷയം അവസാനിക്കുമ്പോൾ ഇബാദുർ റഹ്മാനിനെ സംബന്ധിച്ച് പറയുന്ന ഏകദേശം 1.5 പേജോളം നീണ്ടു നിൽക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എത്ര ആളുകൾ മനഃപ്പാഠമാക്കി എന്ന് മിമ്പറിൽ നിന്നുകൊണ്ട് ചോദിക്കുമെന്നും ഈ വിഷയം തുടങ്ങിയപ്പോൾ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഇബാദുർ റഹ്മാനിന്റെ സവിശേഷതകളെല്ലാം നമ്മൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അവർ ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നവരും ജാഹിലികളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരും അവരുടെ രാത്രി സമയം നമസ്കാരത്തിനായി മാറ്റിവെക്കുന്നവരും നരകമോചനത്തിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ മടിയില്ലാത്തവരും അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനോടും ദുആ ചെയ്യാത്ത അഥവാ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരും ന്യായപ്രകാരമല്ലാതെ ഒരു ജീവനും ഹരിക്കാത്തവരും വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടാത്തവരും, ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം അവരിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ കള്ളത്തരത്തിന് സാക്ഷി നിൽക്കുന്നവരല്ല, വ്യർത്ഥമായ കാര്യങ്ങളിൽ തിരിഞ്ഞടക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ ആ ഉത്ബോധനം സ്വീകരിക്കുന്നവരാണ്. ഈ പ്രത്യേകതകളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉള്ളതോടൊപ്പം തന്നെ ഈ നന്മകളെല്ലാം കുടുംബത്തിലും ഉണ്ടാകണമെന്ന അതിയായ ആഗ്രഹത്തോടെ തന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ് ഇബാദുർ റഹ്മാൻ. ഇത്രയും കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് അല്ലാഹു വിശദീകരിച്ചത്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി അതിനുശേഷമുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നത് ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു, അവർ ക്ഷമിച്ചതിന്റെ ഫലമായി ഉന്നതമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലമായി നൽകപ്പെടുമെന്നാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം സ്വർഗം നേടുക എന്നാണ്. സ്വർഗത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും പണിയെടുക്കുന്നത്. ഉന്നതമായ പണിവാളികകൾ, ഉന്നതമായ മേടകൾ, സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നു എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ അവരെ സ്വീകരിക്കുന്ന, ആദരിക്കുന്ന രീതി വൈറഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ, അഭിവാദ്യത്തോടെ സമാധാന സന്തോഷത്തോടെ അവരെ വരവേൽക്കുകയും ചെയ്യുന്നതാണ് എന്നും ഖുർആൻ പറയുകയാണ്. എന്ന് മാത്രമല്ല, ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും എന്നെന്നും. എന്നിട്ട് ഖുർആൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഹസ്സുനത്ത് മുസ്തഖറ വ മുഖാമ, ആ സ്വർഗം എത്ര നല്ല താവളവും പാർപ്പിടവുമാണ്. നരകത്തെ കുറിച്ച്, നരകമോചനത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ പറയുക? ഇന്നഹാ സാഅത്ത് മുസ്തഖറ വ മുഖാമ, അബേ നരകം എന്നത് ഏറ്റവും മോശമായ താവളവും പാർപ്പിടവുമാണ്. അതിന് നേർ വിപരീതമായി കൊണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ഫലം എന്തോളം സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. നരകം ഏറ്റവും മോശമായ താവളവും പാർപ്പിടവും
സ്വഭാവമാണ്. അങ്ങനെയുള്ള സ്വർഗത്തിൽ ഉന്നതമായ ദറജകൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വരവേൽക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതിത്തരികയാണ്. ഈ സവിശേഷതകൾ ജീവിതത്തിൽ നിലനിർത്തിയാൽ അവർക്കുള്ളതാണ് സ്വർഗം, നമുക്ക് കിട്ടും. ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സവിശേഷത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ഓരോ ഹുതുബയിൽ ഓരോ വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ നന്മകൾ കൊണ്ടുവരാനും തിന്മകളാണെങ്കിൽ അത് വർജിക്കുവാനും നമുക്ക് കഴിഞ്ഞു. ഖുർആനിലെ ഇബാദുർ റഹ്മാൻ എന്ന ഈ വിഭാഗത്തെ സംബന്ധിച്ച് മനസ്സിരുത്തി ഒന്ന് വായിക്കാൻ, ഒന്ന് പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു, മനഃപ്പാഠമാക്കാൻ നമുക്ക് കഴിഞ്ഞു. എത്ര ആളുകളുണ്ട് ഈ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ 65-ാമത്തെ 63-ാമത്തെ ആയത്ത് മുതൽ 63-ാമത്തെ ആയത്ത് മുതൽ 77 ആയത്താണ് ഈ സൂറത്തിലുള്ളത്. 77-ാമത്തെ വചനം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. 63-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങി 77-ൽ അവസാനിക്കുന്നു. 1.5 പേജിന് അടുത്തു വരുന്ന ഈ ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യാനും മനഃപ്പാഠമാക്കാനും എത്ര ആളുകൾക്ക് സാധിച്ചു? എത്ര ആളുകൾക്ക് അറിയാം ഈ ആയത്തുകൾ മനഃപ്പാഠം? അറിയാവുന്ന ആളുകൾ ഒന്ന് കൈവക്കണം. വെറുതെ നോക്കിയാൽ പോരാ. ഞാൻ ചോദിക്കും, ജുമാ കഴിഞ്ഞാൽ ആ ആളുകളെ എനിക്ക് കാണണം. ഞാൻ ഓതിത്തരാൻ പറയും ഈ ആയത്തുകൾ. 4 മാസം കൊണ്ട് ഒരു 1.5 പേജ് ഖുർആനിൽ നിന്ന് പഠിക്കാൻ പറ്റാത്ത ഞാനും നിങ്ങളുമാണോ ഖുർആനിന്റെ അനുയായികൾ? പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരാൻ ഇനി 1.5 മാസം പോലും ഇല്ല. ഖുർആൻ ഇറങ്ങിയ മാസം നമ്മിലേക്ക് എത്താൻ 1.5 മാസം പോലും ഇല്ല. എന്തിനാ നമ്മൾ ജുമാക്ക് വന്നത്? സ്വഹാബ വനിതകൾ പറയാ, സൂറത്തുൽ ഖാഫ് ഖുർആനിന്റെ 50-ാമത്തെ അധ്യായം 3-4 പേരുകളുള്ള സൂറത്ത്, പെണ്ണുങ്ങളാണ് പറയുന്നത്. ആ സൂറത്ത് ഞങ്ങൾ മനഃപ്പാഠമാക്കിയത് പ്രവാചകൻ വെള്ളിയാഴ്ച മിമ്പറിന്റെ മുകളിൽ നിന്ന് ഓതിക്കൊണ്ടിരുന്ന ഒരു സൂറത്ത്, പലതവണ പ്രവാചകൻ ഓതിയ സൂറത്ത്. അങ്ങനെ പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഓതിയത് കേട്ടിട്ട ആ സൂറത്ത് ഞങ്ങൾ പഠിച്ചേക്കാം. എവിടെ? ഈ കൂട്ടത്തിൽ 4 മാസം കൊണ്ട് ഖുർആനിൽ 1.5 പേജ് പഠിച്ച, ഖുർആനെ സ്നേഹിച്ച ആരുള്ളത് പറയും? ഒരാളൊന്നും കിട്ടിയില്ല. സുബ്ഹാനല്ലാഹ്. ഇത്രയും ആളുകൾ പള്ളിയിൽ വന്ന് സ്ഥിരമായി വന്ന് തുടർച്ചയായി വന്ന് ഖുർആൻ എടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് ഒരു വരികൾക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഏത് സ്വർഗത്തിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത്? പ്രവാചകനും സ്വഹാബികളും പോണ സ്വർഗല്ലേ? അതേ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാനുള്ളത്. നിങ്ങൾ പറയും, ഖുർആൻ പഠിക്കാത്ത ഒരു സ്വഹാബിന്റെ പേര് പറയാൻ പറ്റുമോ? പറ്റില്ല. ഖുർആൻ പഠിക്കാത്ത ഒരു സ്വഹാബ വനിതയുടെ പേര് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പ്രവാചകൻ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ ഖുർആനെ കുറിച്ച് ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാ. പല ആളുകളും എനിക്ക് പ്രായമായി, കണ്ടുപിടിക്കലില്ല, ഓർമ്മനിക്കലില്ല എന്ന്. 40-ാമത്തെ വയസ്സിലാണ് ഖുർആൻ ഇറങ്ങി തുടങ്ങിയ പ്രവാചകൻ. 63-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്, അല്ലേ? അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങി തീർന്നപ്പോൾ വയസ്സ് 63. അപ്പൊ 63-ാമത്തെ വയസ്സിൽ ഖുർആൻ പഠിക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു, അല്ലേ? ഖുർആൻ ഇറങ്ങുമ്പോൾ പ്രവാചകൻ 40 വയസ്സാണെങ്കിൽ പ്രവാചകന്റെ ഭാര്യയ്ക്ക് 55 വയസ്സാ. ഖദീജ ബീവി ഖുർആൻ പഠിച്ചു തുടങ്ങിയത് 55-ാമത്തെ വയസ്സിലാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ 93 വയസ്സാ പ്രവാചകന്റെ ഖുർആൻ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ. ഇനി പറയും 70, 80, 90 ആളുകൾ പറയും ഖുർആൻ പഠിച്ച തലേക്കുറിലാണ്. 93 വയസ്സിലാ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ ഖുർആൻ പഠിച്ചത്. നമ്മളെന്നെ ഖുർആൻ അറിയായിരുന്നു കേട്ടോ. നമ്മളെന്നെ ഖുർആൻ വെള്ളിയാഴ്ച ഓതാറുള്ള ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ജുമുഅ. അതിൽ 5-ാമത്തെ ആയത്ത് അർത്ഥം ഞാൻ പറയില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് പരിഭാഷ എടുത്തിട്ട് നോക്കണം. പറഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കൂല. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലി ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്തിന്റെ ആളുകളെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്. തൗറാത്തിന്റെ ആളുകളുടെ ഉപമ. തൗറാത്ത് എന്ന വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തിട്ട് അത് പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും തയ്യാറാകാതിരുന്ന തൗറാത്തിന്റെ ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞ ഉപമ ഇന്ന് ഖുർആനിന്റെ അനുയായികളായ നമ്മളെ പറ്റി എന്തിനോട് ഉപമിക്കണം? വീട്ടിൽ പോയി പരിഭാഷ എടുത്തിട്ട് സ്വയം നിങ്ങൾ വായിച്ചാൽ മതി. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റബ്ബിന്റെ കലാമാണ്, ഖുർആനാണ്. ഇതൊക്കെ നമ്മുടെ ഖബറിൽ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ നമ്മുടെ പരലോകത്ത് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പഠിക്കാൻ തീരുമാനിക്കുക, നന്നാവാൻ തീരുമാനിക്കുക, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക.